ഇന്ന് ഞങ്ങളൊരു ഈവനിങ് വോക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഞങ്ങൾക്കിവിടെ മസ്കറ്റിൽ സീബിലുള്ള അഡ്വഞ്ചർ വില്ലേജിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്രയായി. പോണ വഴിക്ക് നമ്മളൊരു ഈന്തപ്പനയൊക്കെ കണ്ടുവിട്ട് അതാണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത്. പിന്നെ കുറേ ബിൽഡിങ്ങുകൾ പണിയുന്നത്. അങ്ങനെ ഈവനിങ്ങിൽ ഇവിടെ യൂഷ്വലി ഭയങ്കര ഡേ ടൈമിൽ ഭയങ്കര ചൂടാണ്. ഈവനിങ് കഴിഞ്ഞാണ് നമുക്കൊന്ന് പുറത്തിറങ്ങുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും നൈറ്റ് ടൈംസിലാട്ടോ എല്ലാവരും ഈ ടൈമിലൊക്കെ പുറത്തിറങ്ങുന്നത്. ഇവിടെ മോർ ദാൻ 45 ഡിഗ്രിയൊക്കെ ആട്ടോ ചൂട് വരുന്നത്. നമ്മളങ്ങനെ അഡ്വഞ്ചർ വില്ലേജിലെത്തി. ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയയാണ്. നമ്മൾ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിസപ്ഷനിൽ ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് ആക്ടിവിറ്റീസൊക്കെ യൂസ് ചെയ്യാം. ഞങ്ങൾ പോയത് ഒരു ഇട ദിവസമായിരുന്നേ. വീക്കെൻഡിൽ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. അപ്പം കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ഫാമിലീസൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ അഡ്വഞ്ചർ വില്ലേജ് ചുറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ കുറവായതുകൊണ്ട് അതൊക്കെ വെറുതെ കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1-2 ഫാമിലികൾ മാത്രമേ കേട്ടോ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചൂടായതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നൈറ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരും പുറത്തോട്ട് ഇറങ്ങുന്നത് കേട്ടോ. അവിടെ ഇഷ്ടംമാതിരി ഈന്തപ്പനയുണ്ട്. അതിൽ കുറേ പഴുക്കാത്തതും പഴുത്തതും പഴുത്ത് ചാടിയതായ കുറേ ഈന്തപ്പഴമുണ്ട് കേട്ടോ അതിൽ. പിന്നെ കുറേ ഫാമിലീസ് കുട്ടികളായിട്ട് വന്ന് അവിടെ നമ്മുടെ റോപ്പിൽ ഊഞ്ഞാലാടുന്നത്, കുറേ കുട്ടികൾ അവരുടെ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ കണ്ടുവിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് നമ്മളിതൊന്നും നമ്മൾ ചുമ്മാ ചുറ്റി കാണുന്നതിന് അവിടെ ഫീസൊന്നും പേ ചെയ്യേണ്ട കേട്ടോ. ഇത് മുകളിൽ കൂടെയുള്ള റോപ്പാണ് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ അടുത്ത് തന്നെ ഒരു തടാകമുണ്ട്. അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫാമിലി മാത്രം അവിടെ അത് ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടലിൽ നിന്ന് വരുന്ന കൂടുതലായിട്ട് വരുന്ന വെള്ളം വന്ന് അടിഞ്ഞു കൂടുന്നതാണ് ഈ സ്ഥലം. നമ്മളങ്ങനെ നടന്ന് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ചുമ്മാ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ നടന്ന് നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിട്ട് ഈ ഏരിയ കണ്ട ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ അവർ ഫാമിലിയായിട്ട് അവർ ബോട്ടിങ്ങിന് ഇറങ്ങിയതാട്ടത്. കുറേയും വേറെ അല്ലാതെ ബോട്ടിങ് കണ്ടിട്ട് ഇവിടുത്തെ ബോട്ടിങ്ങിന് കാണാൻ തന്നെ ഒരു ഭംഗിയിട്ട് നമ്മുടെ അരയന്നത്തിൻ്റെ ഒരു ഷേപ്പൊക്കെ ആയിട്ടത് വരുന്നത്.